ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് ജനകീയ ക്യാൻസർ ക്യാമ്പയിന് തുടക്കം കുറിച്ചു. മാർച്ച് 8 വരെയാണ് ക്യാമ്പയിൻ. മൈനാഗപ്പള്ളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലും ക്യാമ്പയിന് തുടക്കമായി. ക്യാൻസർ രോഗപ്രതിരോധ ജനകീയ ക്യാമ്പയിനാണ് മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് മാർച്ച് 8 വരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് മൈനാഗപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. പനി പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ പ്രവർത്തന രീതികൾ, നമ്മുടെ വ്യായാമ മുറകൾ, അതിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ബുഷറ മാഡം ഡോക്ടർ ഇവിടെ പറയുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ക്യാൻസറിൻ്റെ ആദ്യകാലത്ത് അത് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റുന്നതാണ് ക്യാൻസർ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലായാലും അതുപോലെ RCC ചെന്നാലും കൊച്ചുകുട്ടികൾ വരെ, നമ്മൾ സാധാരണക്കാരിലെ ഏറ്റവും ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ക്യാൻസർ ബാധിതയായിട്ട് പ്രയാസപ്പെടുന്ന അനുഭവിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്യാൻസർ ബാധിച്ചിട്ടുള്ളവർ അവിടെ ചെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ദുഃഖവും പ്രയാസവും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്? ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഇവിടെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷണ രീതികൾ, നമ്മൾ ഇൻസ്റ്റൻറ്റ് ഫുഡുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ പഴയ കാലത്ത് നമ്മൾ അനുവർത്തിച്ച് വരുന്ന ഭക്ഷണ രീതികൾ വീണ്ടും കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതിനകത്ത് ചില മാറ്റങ്ങൾ നമുക്ക് വരുവാൻ സാധിക്കും. പഞ്ചായത്ത് അംഗം ഷീബ സിജു അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബുഷ്ര വിഷയം അവതരിപ്പിച്ചു. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതശൈലിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ഥാനാർബുദത്തിനാണെങ്കിൽ നമുക്ക് ഫാമിലി ഹിസ്റ്ററി, നമുക്ക് കുടുംബ പാരമ്പര്യവും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്മയുടെ സൈഡായാലും അച്ഛൻ്റെ സൈഡായാലും ആർക്കെങ്കിലും സ്ഥാനാർബുദവുമായിട്ട് എന്തെങ്കിലും അതിൻ്റെ പഴയ ചരിത്രമുണ്ടെങ്കിൽ തുടർന്നുള്ള ആൾക്കാരും ഒരു 30 വയസ്സ് കഴിഞ്ഞവർ ഒരു പ്രത്യേക കാലയളവിൽ ഇതിൻ്റെ പരിശോധനയ്ക്ക് വിധേയമാണെന്നുള്ളതാണ്. അതിനാദ്യം നിങ്ങൾ തന്നെ അത് പഠിക്കണം. ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിൽകുമാർ, പബ്ലിക് ഹെൽത്ത് നഴ്സ് ജയശ്രീ, രജിത, അമൃത, PRO ഷീജ, ഷിബിറ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.